എത്ര മികച്ച ഭരണാധികാരിയാണെങ്കിലും ഒരു നിമിഷ നേരത്തെ മണ്ടത്തരം മതി ലോകക്രമം തന്നെ മാറിമറിക്കാൻ. കുറച്ചൊക്കെ വകതിരിവുണ്ടായിരുന്ന നേതാവായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ അറിയപ്പെട്ടിരുന്നത്. നിയുക്ത പ്രസിഡന്റ് ട്രംപിനോടുള്ള പകവീട്ടലാണോ എന്നൊന്നും വ്യക്തമല്ല. ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം കൊണ്ട് മൂന്നാം ലോക മഹായുദ്ധമെന്ന വിപത്തിലേക്കാണ് ലോകം നീങ്ങുന്നത്. US നിർമ്മിത ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈന് ബൈഡൻ ഭരണകൂടം അനുമതി നൽകിയതാണ് ആ മണ്ടൻ തീരുമാനം. അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾക്ക് പിന്നാലെ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളും യുക്രൈൻ റഷ്യയിലേക്ക് തൊടുത്തുവിട്ടു. ദ ഗാർഡിയൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ലോകം രണ്ട് ചേരികളായി തിരിയുന്നു എന്നാണ്. അതിൻ്റെ ആശങ്കയും റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുന്നുണ്ട്. യുക്രൈനുമായുള്ള റഷ്യയുടെ അതിർത്തിയിൽ 10,000-ലധികം ഉത്തര കൊറിയൻ സൈനികരെ വിന്യസിച്ചതിന് മറുപടിയായാണ് ഇത്തരമൊരു സ്ട്രൈക്കിന് ബ്രിട്ടൻ അനുമതി നൽകിയതെന്നാണ് ഗാർഡിയൻ പറയുന്നത്. 12ഓളം മിസൈലുകൾ മരിനോ ഗ്രാമത്തിലെ ഒരു കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റഷ്യൻ മണ്ണിൽ ബ്രിട്ടീഷ് ആയുധങ്ങൾ പതിച്ചതായി ബ്രിട്ടീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രയാൻസ് മേഖലയിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈന് അമേരിക്ക നൽകിയ മിസൈലുകൾ ഉപയോഗിച്ച് ഒരു ദിവസത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 155 മൈൽ പരമാവധി ദൂരപരിധിയുള്ള ആംഗ്ലോ ഫ്രഞ്ച് ക്രൂയിസ് മിസൈലാണ് സ്റ്റോം ഷാഡോസ്. ബങ്കറുകൾ, വെടിമരുന്ന് സ്റ്റോറുകൾ എന്നിവ കൃത്യമായി ലക്ഷ്യമിടുന്നതിനും ഈ മിസൈലുകൾ ഉപയോഗിക്കാം. റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഉൾപ്പെടെ ഏതു നാറ്റോ സഖ്യത്തിൻ്റെ ആയുധം വീണാലും അത് നാറ്റോ റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് തുല്യമാകുമെന്നാണ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയത്. ഇതോടെ അമേരിക്കയിലും ബ്രിട്ടനിലും എപ്പോൾ വേണമെങ്കിലും ആണവായുധം ഉൾപ്പെടെയുള്ള ആക്രമണം ഉണ്ടായേക്കാമെന്ന ആശങ്കയാണ് ഉയരുന്നത്. റഷ്യൻ ആക്രമണം ഭയന്ന് ഇതിനകം തന്നെ യുക്രൈനിലെ അമേരിക്കൻ എംബസി അടച്ചുപൂട്ടി ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. ഇറ്റലി, ഗ്രീക്ക്, സ്പെയിൻ തുടങ്ങി മറ്റ് നിരവധി രാജ്യങ്ങളും അവരുടെ എംബസികൾ പൂട്ടി. അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മടങ്ങാനും ജാഗ്രത പാലിക്കാനും അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് കടുത്ത തീരുമാനം എടുക്കാനും നടപ്പാക്കാനും മടിയില്ലാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ഒറ്റക്കെട്ടായി യുദ്ധമുഖത്ത് നിൽക്കുന്നതിനാൽ എന്തും സംഭവിക്കാമെന്നാണ് നിലവിലെ അവസ്ഥ. യുക്രൈനിലെ നിർണായക കേന്ദ്രങ്ങളിൽ റഷ്യയ്ക്ക് വൻ ആക്രമണം നടത്താൻ നിഷ്പ്രയാസം കഴിയുമെന്നാണ് നാറ്റോ പോലും നൽകുന്ന മുന്നറിയിപ്പ്. അതല്ലെങ്കിൽ യൂറോപ്പിലെയും ലോകമെമ്പാടുമുള്ള മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികൾക്കും നേർക്ക് റഷ്യൻ ആക്രമണത്തിന് സാധ്യത കൂടുതലാണെന്നും നാറ്റോ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള മാനദണ്ഡത്തിൽ റഷ്യ മാറ്റം വരുത്തിയിരുന്നു. ഇതോടെ ഇനി ശത്രുരാജ്യത്ത് മാത്രമല്ല അവരെ സഹായിക്കുന്ന രാജ്യങ്ങളിലും ആണവ ബോംബിടാൻ റഷ്യൻ സൈന്യത്തിന് കഴിയും. അതേസമയം ഒറ്റ രാത്രി കൊണ്ട് യുക്രൈനിൽ റഷ്യ ആണവായുധം പ്രയോഗിക്കാൻ സാധ്യത കുറവാണെന്നാണ് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗൺ പറയുന്നത്. യുക്രൈനെതിരായ മിസൈൽ ആക്രമണത്തിന് റഷ്യ തയ്യാറെടുക്കുന്നതായി യുക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്ക, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എംബസികളും റഷ്യ ആക്രമിച്ചേക്കുമെന്നാണ് വിവിധ പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു രാജ്യത്തിൻ്റെ എംബസി ആക്രമിക്കപ്പെട്ടാൽ അത് ആ രാജ്യത്തെ ആക്രമിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് അത്തരമൊരു തീരുമാനം റഷ്യ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറാണെന്ന പ്രഖ്യാപനം കൂടിയായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയും ബ്രിട്ടനും ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള നാശമായിരിക്കും ആ രാജ്യങ്ങൾക്ക് സംഭവിക്കുക. റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ സഖ്യത്തോടൊപ്പം ചൈന കൂടി ചേരാനുള്ള സാധ്യതയും ഏറെയാണ്. പ്രത്യേകിച്ചും തായ്വാൻ വിഷയം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ചൈന കൂടി ഇറങ്ങിയാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായാണ് പോർമുഖം തുറക്കപ്പെടുക. ആ ഘട്ടത്തിൽ എത്ര നാറ്റോ സഖ്യകക്ഷികൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ്.